ഇതുപോലുള്ള സ്റ്റെയർ കേസിലൊക്കെ ഗ്ലാസ് ഹാൻഡ് റെയിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ വിഡ്ത്ത് മാക്സിമം കിട്ടുന്ന രീതിയിൽ സൈഡ് ഫിക്സിംഗ് ആയിട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത്തരത്തിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് മാക്സിമം കിട്ടുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ 12 mm ക്ലിയർ ടഫൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് വുഡ് യൂസ് ചെയ്തിട്ടുള്ളത് 2x2 സൈസിൽ വരുന്ന കെമിക്കൽ ട്രീറ്റഡ് മഹാഗണി വുഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ വിഡ്ത്ത് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് സൈഡിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ സൈഡ് ഫിറ്റിങ്ങിൽ നമ്മൾ സ്റ്റഡ് ഫിക്സിംഗ് ആണ്, പോയിന്റ് ഫിറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഇവിടെ ബാത്റൂം സ്പേസും വാഷ് സ്പേസും ഒക്കെ വരുന്ന ഇത്തരത്തിലുള്ള സ്റ്റെയർ എപ്പോഴും ഈ വിഡ്ത്ത് കീപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇതുപോലെ സൈഡ് ഫിക്സിങ് തന്നെയാണ്. പക്ഷേ സൈഡ് ഫിക്സിങ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മുകൾക്ക് കയറുന്ന സ്റ്റെപ്പിൻ്റെ അടിയിലോട്ട് ഇത്തരത്തിൽ കൊടുക്കേണ്ടി വരും. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടിന്യൂഷൻ കിട്ടും. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കണക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടില്ല എന്നുള്ളതാണ് രണ്ടും കൂടെ. അപ്പോൾ ഇത് മുകൾ കൂടെ ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് കണ്ടിന്യൂഷൻ കിട്ടും. മുകളിൽ നമ്മൾ സ്പൈക്കോട്ട് വെച്ചിട്ടാണ്, ലെഗ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ തന്നെ ഇവിടെയും ചെയ്താൽ കറക്റ്റ് കണ്ടിന്യൂഷൻ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു സ്പേസ് ഇവിടെ എത്തുമ്പോൾ ഇവിടെ സ്പേസ് കുറയും. ഇനി മുകളിലത്തെ ഈ ഒരു പാർട്ട് നമ്മൾ സൈഡ് ഫിറ്റിൽ ഇവിടെ മുകളിൽ സ്റ്റെപ്പിൽ കൊടുക്കാതെ സൈഡിൽ കൊടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും താഴത്തെ സ്റ്റെപ്പിനുള്ള ആ ഗ്യാപ്പ് കുറയും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. മുകളിൽ നമ്മൾ സ്പൈക്കോട്ട് വെച്ചിട്ടും താഴെ സ്റ്റഡ് വെച്ചിട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് താഴെയും മുകളിലും ഏകദേശം ഒരു സ്പേസ് ഈക്വലായിട്ട് കിട്ടും. അതുപോലെ ഔട്ട് സൈഡിൽ ബാൽക്കണിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള 4 ഇഞ്ചിൻ്റെ സ്പൈക്കോട്ടും അതുപോലെ SS-ൻ്റെ 2x2 SS ഗ്രൂപ്പ് പൈപ്പുകളും കൊടുത്തിട്ട് ചെയ്തെടുത്ത